ഹലോ ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം മജി. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ 2025 യൂട്യൂബിൽ മാറിയ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് കുറച്ച് അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളും കൂടി നിങ്ങളോട് പങ്കുവെക്കാൻ എന്നൊരു ലെവലിലാണ് ഞാൻ അന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഫുള്ളായിട്ട് നിങ്ങൾ കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് തീർച്ചയായിട്ടും എന്നെ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, എല്ലാം ചെയ്യണം. ഓക്കെ. ഈ വന്ന അപ്ഡേഷന് മുമ്പ് നമ്മളെ യൂട്യൂബിൽ വീഡിയോസ് റെക്കമെൻഡേഷൻ ചെയ്തിരുന്നത് ശരിക്കും പറഞ്ഞാൽ വ്യൂസിൻ്റെ അളവിനനുസരിച്ചിട്ടാണ്. പക്ഷേ ഇപ്പോൾ ലൈക്കും കമൻറ്റും അത്യാവശ്യമായ കാര്യമാണ്. എൻ്റെ അനുഭവമാണ്. കാരണം എൻ്റെ വീഡിയോസ് എല്ലാം ഒന്ന് എടുത്ത് നോക്കി ഭയങ്കര അനുഭവമാണ്. കാരണം എൻ്റെ ലൈക്ക് എത്ര ഉണ്ടോ ആ ലൈക്കിനനുസരിച്ചുള്ള വ്യൂസ് മാത്രമേ എനിക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ അത് യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യുന്നത് നമുക്ക് നമ്മളെ ലൈക്കും കമൻറ്റും എത്രത്തോളം വന്നിട്ടുണ്ടോ അത്രത്തോളമാണ് ഈ യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യുന്നുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോഴത്തെ എല്ലാ വീഡിയോസിനും ലൈക്കും കമൻറ്റും നിർബന്ധമായിട്ട് നമ്മൾ ചോദിച്ച് മേടിച്ചാൽ മതിയാവും. എന്നാലേ നമുക്ക് കൂടുതൽ ആളുകൾക്ക് എത്തുന്നുള്ളൂ, കൂടുതൽ ആളുകൾ നമ്മൾ വീഡിയോസ് കാണുന്നുള്ളൂ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഈ കൂട്ടത്തിൽ കൂടെ എനിക്കൊരു കാര്യം കൂടിയും പറയാനുണ്ട്. പ്രത്യേകിച്ച് കാര്യം എന്താ വെച്ചാൽ, എൻ്റെ ആദ്യത്തെ വീഡിയോസ് ഒന്നും തീരെ ക്ലിയറില്ല എന്ന് പറഞ്ഞാൽ തീരെ ക്ലിയറില്ല. പക്ഷേ ഞാൻ ഇപ്പോൾ ചെയ്യുന്ന എല്ലാ വീഡിയോസിനും റീൽസ് ആയാലും വീഡിയോസ് ആണെങ്കിലും എനിക്ക് കൂടുതൽ നല്ല ക്ലിയറിലായിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ അത് എന്ത് കാരണം വെച്ചാൽ, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ YT സ്റ്റുഡിയോ കയറിയിട്ട് മാത്രം അപ്ലോഡ് ചെയ്യുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഞാനിപ്പോൾ ചെയ്യുന്ന വീഡിയോസ് എല്ലാം YT സ്റ്റുഡിയോയിൽ കയറിയിട്ടാണ് അപ്ലോഡ് ചെയ്യണത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പുതിയതായ യൂട്യൂബർമാർക്ക് എല്ലാവർക്കും ഉള്ള അനുഭവമാണ് നമ്മൾ വീഡിയോസ് കൂടുതൽ ക്ലിയർ കിട്ടണില്ല എന്നുള്ള ഒരു പരാതി. അത് എന്തായാലും നിങ്ങൾ YT സ്റ്റുഡിയോ കയറിയിട്ട് അപ്ലോഡ് ചെയ്ത് നോക്കി. അപ്പോൾ തീർച്ചയായിട്ടും അതിനുള്ളൊരു പരിഹാരം ഉണ്ടാകും. നമുക്ക് എപ്പോഴും വേണ്ടത് വ്യൂസാണ്. വ്യൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ കണ്ടൻറ്റ് ചെയ്യണത്, വീഡിയോസ് ചെയ്യണത് എല്ലാം. പിന്നെ വീഡിയോ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, നമ്മൾ കൂടുതൽ YT സ്റ്റുഡിയോ സെറ്റിങ്സ് ശരിയായ നിലയിലല്ലേ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ഞാനും ഒരുപാട് വട്ടം അത് പരിശ്രമിച്ചിട്ടാണ് YT സ്റ്റുഡിയോത്തെ സെറ്റിങ്സൊക്കെ കുറേയൊക്കെ മാറ്റിയത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ, YT സ്റ്റുഡിയോൻ്റെ സെറ്റിങ്സ് എല്ലാതും ക്ലിയർ അല്ലേ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ചെയ്യണ വീഡിയോസിനാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വേണ്ടത്, വീഡിയോസിനാണ്, ഷോർട്സിനല്ല. ഷോർട്സ് എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കി, എൻ്റെ വീഡിയോസിനൊന്നും തീരെ വ്യൂസ് കുറവാണ്. ഭയങ്കര 1, 2, 3 വീഡിയോസിന് മാത്രം നല്ല വ്യൂസ് ഉണ്ട്. മറ്റേതിനൊക്കെ ചെറിയ നോർമൽ നമ്മളെ സബ്സ്ക്രൈബർ മാത്രം ചെയ്യുന്ന കുറച്ച് വ്യൂസ് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്തുണ്ടാവും, എനിക്ക് എപ്പോഴും ഒരു കോൺഫിഡൻസ് ഉണ്ട്, നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് വരും എന്നുള്ള ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യണ ഒരു കാര്യം. അപ്പോൾ വീഡിയോസ് ചെയ്യുമ്പോൾ എപ്പോഴും നല്ല ദിവസം ചെയ്യാൻ ശ്രമിക്കുക, വീഡിയോസായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോസിൻ്റെ വ്യൂസാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്, ഷോർട്സ് അല്ല. ഷോർട്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സിന് കിട്ടും, പക്ഷെ അതിൽ കാര്യമില്ല. നമ്മൾ വീഡിയോസിനാണ്, നമ്മൾ ലെങ്ത്ത് കൂടിയ വീഡിയോസിനാണ് എത്ര ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്, അതാണ് നമ്മൾ വ്യൂസ് മെയിനായിട്ട് വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ പുതിയ അപ്ഡേഷൻ ചെയ്തതിന് ശേഷം എനിക്ക് കിട്ടിയ ലൈക്കുകൾ, ആ ലൈക്കുകളും കമൻറ്റും എത്രത്തോളം കൂടുതലായിട്ടുണ്ടോ അത്രത്തോളം എനിക്ക് യൂട്യൂബ് റെക്കമെൻഡേഷൻ ചെയ്യുന്നുണ്ട് പലവർക്കും വേണ്ടിയിട്ട്. അത് കാരണം എനിക്ക് കൂടുതൽ വ്യൂസും കയറി വരുന്നുണ്ട്. പുതിയതായിട്ട് വരുന്ന യൂട്യൂബർമാർക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ്, എൻ്റെ അനുഭവങ്ങൾ ഒരു ഇൻസ്പിറേഷൻ ആവും എന്ന പ്രതീക്ഷയിലാണ് ഞാൻ എൻ്റെ വീഡിയോസ് ചെയ്യുന്നത്. നമ്മൾ പരിശ്രമിച്ചാലേ നമുക്ക് വിജയമുള്ളൂ എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ അടുത്ത വീഡിയോ കാണും വരെ വണക്കം.